ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നീരുദോശയുടെ റെസിപ്പി കണ്ടു നോക്കാവേ. കറക്റ്റ് വെള്ളത്തിൻ്റെ അളവൊക്കെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. രാവിലെ ഇപ്പോൾ ഇഡ്ഡലി, ദോശ, അതുപോലെ അപ്പം ഇങ്ങനെ പുളിപ്പിച്ച ഐറ്റംസ് ഒന്നും തിന്നാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ചോയ്സാണ് ഈ നീരുദോശ. അപ്പം നീരുദോശ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇന്നലെ രാത്രിയിൽ 2 കപ്പ് പച്ചരി കുതിരാനായിട്ട് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ടിരുന്നു. ഇതുപോലെ ഒരു കപ്പിനാണ് 2 കപ്പ് പച്ചരി ഞാൻ എടുത്തത്. നീരുദോശയ്ക്ക് നമ്മൾ പച്ചരി എടുക്കാൻ നേരത്ത് പശയില്ലാത്ത നല്ല തരം പച്ചരി എടുക്കണം, അല്ലെങ്കിൽ നീരുദോശയ്ക്ക് ഭയങ്കര ഒട്ടലായിരിക്കും കേട്ടോ. അപ്പോൾ കഴുകി ക്ലീൻ ചെയ്ത പച്ചരി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കപ്പിന് 1 കപ്പ് ചെറിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ വെള്ളവും പച്ചരിയും ഉപ്പും മാത്രമാണ് അരയ്ക്കുന്നത്. ഇതുപോലെ കുറച്ച് തേങ്ങയും പിന്നെ ഇതോടൊപ്പം തന്നെ കുറച്ച് ഒരു 5-6 ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞതും ഉപ്പും ഇതും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം, ഏത് കപ്പിലാണോ നമ്മൾ അരിയെടുത്ത് അതേ കപ്പിന് നേരെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നീരുദോശയ്ക്ക് മാവ് അരയ്ക്കാൻ നേരത്ത് ഒട്ടും തന്നെ തരിയില്ലാതെ നമ്മളിത് അരച്ചെടുക്കണം. അരച്ചെടുത്ത മാവ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ മാവ് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 2ാമത്തെ കപ്പ് വെള്ളമാണ്. 1 കപ്പ് നമ്മൾ അരി അരയ്ക്കാൻ നേരത്ത് ചേർത്തു. ഇത് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ആ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടെ നമ്മൾ ചേർക്കണം. ഏത് കപ്പിലാണോ അരി എടുത്ത് അതേ കപ്പിൽ തന്നെയാണ് ഞാൻ അളവ് കാണിക്കുന്നത്. അപ്പോൾ 2 കപ്പ് പച്ചരിയായിരുന്നു ഞാൻ എടുത്തിരുന്നത്. അതിലേക്ക് ഞാൻ മൊത്തത്തിൽ 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. 1 കപ്പ് അരയ്ക്കാൻ നേരത്തും 1 കപ്പ് വെള്ളം മിക്സിയുടെ ജാറ് കഴുകി പിന്നെ 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പം നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നീരുദോശയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 കപ്പ് അരിയാണെങ്കിൽ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. 2 കപ്പ് അരിയാണെങ്കിൽ 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നാലും നമുക്ക് കറക്റ്റായിട്ട് നീരുദോശ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി മാവെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് വെക്കാനൊന്നുമില്ല, അപ്പം തന്നെ നമ്മൾ ചുട്ടെടുക്കണം. ദോശക്കല്ല് നന്നായിട്ട് ചൂടായി കഴിയുമ്പം മാവ് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ അടിയിൽ കട്ട അധികം ഉണ്ടാവും, മുകളിൽ വെള്ളം പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1-1.5 തവിയോ മാവ് ദോശക്കല്ലിൽ ഇത് ഒഴിച്ചിട്ട് മൊത്തത്തിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് മൂടി വെക്കണം. മൂടി ഒരു 3-4 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും നമ്മളുടെ നീരുദോശ നന്നായിട്ട് വെന്ത് കിട്ടും. സൈഡൊക്കെ ഇതുപോലെ ഒന്ന് പൊങ്ങി വന്ന് കഴിയുമ്പോൾ നമുക്കിതുപോലെ നീരുദോശ എടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതൊന്ന് തണുക്കട്ടെ. അപ്പം ആ നേരം കൊണ്ട് നമുക്ക് അടുത്ത നീരുദോശ തയ്യാറാക്കാം. ദോശക്കല്ല് നന്നായിട്ട് ചൂടാവണം. ചൂടായി കഴിയുമ്പം നമ്മൾ എല്ലാ പ്രാവശ്യം നീരുദോശ തയ്യാറാക്കാൻ നേരത്ത് മാവ് നന്നായിട്ട് ഇതുപോലെ ഇളക്കണം. ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് മാവ് ഫുള്ള് ദോശക്കല്ലിൽ ഇതുപോലെ മാവ് ഒഴിച്ചിട്ട് മൂടി വയ്ക്കാം. മൂടി വെച്ച് വെന്ത് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. ഇപ്പോൾ ആദ്യം നമ്മൾ ചുട്ടി വെച്ചിരുന്ന നീരുദോശ തണുത്തിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പം ഇതുപോലെ ഇടുന്ന് മടക്കിയെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അത് ചൂടോടെ മടക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒട്ടിപ്പോവും. അതിനാണ് ഇങ്ങനെ